ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഫോണ്ടൻറ്റ് ഡെക്കറേഷൻസിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ മഴക്കാലമാണ്, ഫോണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേർക്ക് മെൽറ്റ് ആവണമെന്നുള്ള പ്രോബ്ലം വരുന്നു. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാ ടിപ്സുകളും ഞാൻ ഇതിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കൂ കേട്ടോ. ഇന്നൊരു മിക്കി മൗസ് തീമിൻ്റെ കേക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഫോണ്ടൻറ്റ് വർക്ക് വന്ന ടൈമിൽ തന്നെ എൻ്റെ മോൾ എനിക്ക് മിക്കി മൗസിന് ഇതുപോലെ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്യാവശ്യം വലുതായിരുന്നു, അപ്പോൾ ഇതിനേക്കാളും ചെറുത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എനിക്ക് ചെറുതായിട്ട് 2 സൈസിൽ ഇങ്ങനെ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഒക്കെ അവൾ റെഡിയാക്കി തന്നതാണ് കേട്ടോ. എന്തായാലും ഇതും അത്യാവശ്യം പണിയുള്ളൊരു തന്നെയാണ്. അപ്പോൾ അവൾക്ക് അത്യാവശ്യം വരക്കാനൊക്കെ അറിയുന്നതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനത്തെ കേക്ക് വന്നാൽ അത് വരച്ച് തരാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഷുഗറിൻ്റെ ടൈലോസ് ആണ്. ഈ ടൈലോസിന് 20 ഗ്രാമിന് വരുന്നത് 225 രൂപയാണ് കേട്ടോ. ഇപ്പോൾ ഇത് കാണിക്കാൻ കാരണം ഞാൻ ഇതുവരെ CMC വെച്ചിട്ടായിരുന്നു കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ ഈ മഴക്കാലത്ത് നമ്മൾക്ക് CMC നിൽക്കില്ല, CMCയിലും നിൽക്കുന്നില്ല, ഭയങ്കരമായിട്ട് മെൽറ്റായി പോകുന്നതാണ് നമ്മളെ ഫോണ്ടൻറ്റ്. അപ്പോൾ ടൈലോസ് കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ ഹാർഡായി കിട്ടാനായിട്ട് നല്ലതാണ് ടൈലോസ്. അപ്പം ഈ മഴക്കാലത്ത് ചെയ്യുന്നവർ ഈ ഒരു ടൈലോസിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഫോണ്ടൻറ്റ് വർക്ക് സൈഡിലൊക്കെ കൊടുക്കണേന് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കളറ് ചേർത്തിട്ടുള്ള, ഞാനിപ്പോൾ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്, മാജിക് കളേഴ്സിൽ ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കളറ് ചേർത്ത് നന്നായിട്ട് വലിച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ടൈലോസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ കോൺഫ്ലവറാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്, കൈമൊട്ടി പിടിക്കാതിരിക്കാൻ ഇട്ടതാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, എന്നാലും ഒരുപാട് ആവേണ്ട, ഒരു 1/2 ടീസ്പൂൺ 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വലിച്ച് തന്നെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ടേബിളിൽ മറ്റേ കോൺഫ്ലവറാണ് ഇട്ടിട്ടുള്ളത്, അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക, നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഞാനിത് കേക്കിൻ്റെ സൈഡിൽ ഒരു മിക്കിയുടെ തലയുണ്ട്, അപ്പോൾ ഈ ഒരു ആ സൈഡിൽ ഒട്ടിക്കാനുള്ളതിനാണ് ഈ ഒരു ടൈലോസ് ചേർത്തിട്ട് ഞാൻ ആ ഫോണ്ടൻറ്റ് കുഴച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ടൂളും ഞാനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിയതാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കത്തി വെച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഫോണ്ടൻറ്റ് കേക്ക് ചോദിച്ച ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോരോ ഐറ്റംസ് ആയിട്ട് വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ടൂള്. അപ്പോൾ ഇതിൽ പല ഷേപ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ നമ്മൾ കത്തി യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നേക്കാൾ അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പേപ്പർ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്കിപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ഒരു നോർമൽ കേക്കിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാവരും ഇപ്പോൾ ഫോണ്ടൻറ്റ് വർക്കൊക്കെ ചോദിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുന്നേ ചോദിച്ച് വരാത്തതുണ്ടായിരുന്നില്ല, പക്ഷേ കുറേ ആൾക്കാർക്ക് ഇതൊന്നും കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല, കാണുന്ന ഒരു ഭംഗിക്ക് കാണുന്ന തോന്നുന്നു വാങ്ങിക്കൊണ്ടുപോകണം, ചിലർക്ക് കഴിക്കാനും ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കസ്റ്റമേഴ്സും ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ബാക്കി ഭാഗങ്ങൾ മാറ്റി കൊടുക്കാം. എങ്കിലും നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് അവിടെ ഇവിടെ അൺപെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ബാക്കിയുള്ള ആ ടൂൾസുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഫോണ്ടൻറ്റ് ആ ടൂൾസിൽ ബാക്കിയുള്ള ടൂൾസ് വെച്ചിട്ടൊക്കെ അതൊന്ന് ഷേപ്പാക്കി കൊടുക്കണം കേട്ടോ. എഡ്ജൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്താലും സൈഡിലൊക്കെ ഇങ്ങനെ വലിഞ്ഞിട്ടൊക്കെ കാണും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഷേപ്പൊക്കെ ആക്കി കൊടുക്കട്ടെ ഈ ഓരോ സംഭവങ്ങൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഞാനൊന്നും ആദ്യം കരുതിയിട്ടില്ല എനിക്കൊന്നും ഫോണ്ടൻറ്റ് വർക്കൊന്നും വരുമെന്നുണ്ടായിരുന്നത്, നോർമൽ കേക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഓരോന്ന് കേക്ക് ഇങ്ങനെ ചോദിച്ച് വരാൻ തുടങ്ങുമ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഓരോ ഐറ്റംസും ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ബോക്സിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. കണ്ട, ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചൊക്കെ ഇതായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കയ്യിലൊക്കെ എടുത്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബോക്സിൽ എയർടൈറ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു എന്താ പറയുക, കാറ്റും ഇതൊന്നും കടക്കാത്ത ഒരു ബോക്സ് വേണ്ടിട്ട് എടുക്കാനായിട്ട് അതിലും കുറച്ച് കോൺഫ്ലോർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് പിറ്റത്തെ ദിവസം കേക്കിലേക്ക് വെക്കുമ്പോഴത്തേനും അതവിടെ ഡ്രൈ ആയിക്കോളും. ഇപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളതാണ് CMC കേട്ടോ. CMC പൗഡറിന് ഏകദേശം 80 രൂപയാണ് കേട്ടോ, 80-85 ആ ഒരു റേഞ്ചാണ്. അപ്പോൾ ഇത് ഞാൻ മുകളിൽ വെക്കാനുള്ള മിക്കിയാണ് കേട്ടോ ഇനി ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞല്ലോ, സൈഡിൽ വെക്കുന്നതൊക്കെയാണ് ഈ ഒലിച്ച് പോകുന്ന ഒരു പ്രശ്നം വരിക. നമ്മൾ കേക്കിൽ വെച്ച് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അതിങ്ങനെ അതിൻ്റെ സ്ഥാനം മാറിയിട്ട് ഇങ്ങനെ തെന്നി വരാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സെയിം ആ ഒരു സംഭവം തന്നെ ബ്ലാക്ക് കളറിലേക്ക് എടുത്തിട്ട്
ഇതുപോലെ വീണ്ടും ഒരു തല ചെയ്തെടുത്തിട്ടുണ്ട്, മിക്കി മൗസിൻ്റെ ഒരു തല. ഇനി ഞാൻ നെക്സ്റ്റ് കളർ എടുക്കുകയാണ് കേട്ടോ. ഇത് വന്നിട്ട് സ്കിൻ ടോൺ എന്നുള്ള കളറാണ് കേട്ടോ. അതിൽ കാണുന്നുണ്ടോ എന്നറിയില്ല, സ്കിൻ ടോൺ ആണ്. മാജിക് കളേഴ്സിൻ്റെ നമ്മളെ ശരീരത്തിൻ്റെ ആ ഒരു കളറ്. അപ്പോൾ ഇതന്നെ ഞാനിപ്പോൾ ഡയറക്റ്റ് എൻ്റെ അടുത്ത് കളർ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതാ വൈറ്റ് ഫോണ്ടൻറ്റിലേക്ക് ഇങ്ങനെ കളർ ചേർത്തതിന് ശേഷം നന്നായിട്ട് വലിച്ചിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇടുകയാണെങ്കിൽ നല്ലത്. ഞാനിപ്പോൾ ഗ്ലൗസ് ഇട്ട് നോക്കുമ്പോൾ ഗ്ലൗസിലും അവിടെ ഇവിടെയൊക്കെ കളർ പറ്റിയപ്പോഴാണ് ഞാൻ പിന്നെ ഇതിങ്ങനെ ട്രൈ ചെയ്യാതിരുന്നത്. അപ്പോൾ പല കളറൊക്കെ മിക്സ് ആക്കാണ്ടെങ്കിൽ പിന്നെ കയ്യിൽ കളറായാൽ പിന്നെ അത് ഫോണ്ടൻറ്റിലേക്ക് പിടിക്കും. അപ്പോൾ ഇതാ നമ്മൾ ആ മിക്കിയുടെ മുഖത്തുള്ള ഭാഗം കണ്ടില്ലേ, സ്കിൻ കളർ, ആ ഭാഗം, ആ പോർഷനാണ് ഞാനിപ്പോൾ രണ്ടാമത് ഉണ്ടാക്കാൻ പോണത്. ഫസ്റ്റ് ആ ബ്ലാക്ക് ചെയ്തെടുത്തു, എന്നിട്ടിതാ ആ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കണം, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വീഡിയോയിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇനി ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും. പക്ഷേ ഞാൻ ഈ ഒരു മിക്കി മൗസിൻ്റെ തല ചെയ്തെടുക്കാൻ തന്നെ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും ടൈം എടുത്തിട്ടാണ് നമ്മളിത് ഈ ഒരു വർക്കൊക്കെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എത്ര അറിയുന്ന ആൾക്കാണെങ്കിലും നമുക്കിപ്പോൾ 2-3 പ്രാവശ്യം ഈ ഒരു മിക്കി മൗസ് വരികയാണെങ്കിൽ നമുക്കത് വേഗം സ്പീഡാവും. പക്ഷേ നമുക്ക് ഒരു കേക്ക് ഇങ്ങനെ മിക്കി മൗസ്, നെക്സ്റ്റ് കേക്ക് റെയിൻബോ അങ്ങനെയൊക്കെ ആവുമല്ലോ വരിക. അപ്പോൾ അത്യാവശ്യം മെനക്കെട്ടിട്ട് തന്നെയാണ് ഈ ഒരു ഇത് ഫിനിഷിങ് ചെയ്തെടുക്കുന്നത് നമ്മൾ. അപ്പോൾ ഇതാ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വാട്ടർ ഒന്ന് ബ്രഷിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്ലൂ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഗ്ലൂവിൻ്റെ ആവശ്യമില്ല, നമ്മളിത് കേക്കിൻ്റെ ടോപ്പിൽ വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വാട്ടർ ടച്ച് ചെയ്തിട്ട് അവിടെ ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് വായ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ ഡയറക്റ്റ് അതിമ വെച്ച് കൊടുത്തിട്ട് ആ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളർ, താഴത്തെ ആ ബ്ലാക്ക് കാണാൻ പറ്റുമല്ലോ മുകളിലുള്ള, അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഏതെങ്കിലും ഒരു പാർട്ട് കട്ടായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വീണ്ടും റെഡി ആക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പിന്നെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ആ വായ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഫോണ്ടൻറ്റ് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട് നമുക്ക് ഇത്തിരി നേരം വെയിലത്ത് വെക്കാം കേട്ടോ. പക്ഷേ ഇപ്പോൾ നല്ല മഴയുള്ള ടൈമാണല്ലോ, അപ്പോൾ നമുക്ക് തീരെയും പുറത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം വെയിലത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ഒന്നും വെക്കരുത് കേട്ടോ. ജസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വെയിൽ തട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോണ്ടൻറ്റ് പെട്ടെന്ന് തന്നെ ഹാർഡായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് നമ്മളെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഉപകാരമായി അങ്ങനെ ചെയ്യാൻ എന്നുള്ളത് ഹസ്ബിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നല്ല ഉപകാരമായി, നമുക്കിനി വേറെ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കമൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിൽ ഒളിച്ചാൽ മതിട്ടോ, ഒരുപാട് നേരമൊന്നും വെക്കരുത്. പപ്പടം പൊരിക്കണ പോലെ ഒരുപാട് നേരമൊന്നും വെച്ച് ഇതാക്കരുത്. അപ്പോൾ ഒരുപാട് കേടുവരും. പിന്നെ ഫോണ്ടൻറ്റ് നമ്മൾ ഉണ്ടാക്കിയതിന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 10 മിനിറ്റൊക്കെ ഒന്ന് വെച്ചാൽ മതി കേട്ടോ, നല്ല വെയിലത്താക്കുകയാണെങ്കിൽ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഞാൻ ആ വായുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തപ്പം നമ്മൾ താഴത്തെ ആ ബ്ലാക്ക് കളർ ഉണ്ടല്ലോ അത് പുറമേക്ക് കാണാൻ പറ്റി. അപ്പോൾ പിന്നെ നമുക്ക് വേറെ വായ എക്സ്ട്രാ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലൊരു റെഡ് ഒരു നാവ് കാണുന്നുണ്ട്, അത് നമുക്ക് റെഡ് കളറിൽ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കലും എന്താ പറയുക വർക്കും കൂടെ ചെയ്യുമ്പോൾ ക്യാമറയിൽ ഏതൊക്കെ കാണണമെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചില ഭാഗങ്ങളൊന്നും നിങ്ങൾക്ക് കാണാത്തത്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വാട്ടർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ വായ അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ നാവ് ഒരു ചുവന്ന നാവാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ വെച്ച് കൊടുത്തു. ഇനി മൂക്കിൻ്റെ ആ ഭാഗവും ഞാൻ കട്ട് ചെയ്തെടുക്കില്ല, സെയിം ഞാൻ വേറെ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴ്ന്ന് കൊണ്ടെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ബ്ലാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പരത്തിയിട്ട് അതേ ഷേപ്പിൽ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ കണ്ണ് ആ ഒരു ഷേപ്പിൽ, അപ്പോൾ അതുപോലെ വൈറ്റും കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ കണ്ണിൻ്റെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കണ്ണിൻ്റെ സൈഡിലായിട്ട് ഒരു ഇംപ്രഷൻ ഉണ്ട്, ഒരു ബ്ലാക്ക് ഒരു ലൈൻ ചെയ്തിട്ടുള്ള ഔട്ട്ലൈൻ കൊടുത്ത പോലെ. അപ്പോൾ ഞാനത് ചെയ്തെടുക്കാനായിട്ട് കയ്യിൻ്റെ ഉള്ളനടിയിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചിരട് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫോണ്ടിന് ഇങ്ങനെ
നല്ല മെലിഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ എടുത്തിട്ട് ഇതുപോലെ ആ കണ്ണിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള കേക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോ. അപ്പോൾ അതിൻ്റെ കണ്ണിൻ്റെ അവിടെ കണ്ടില്ലേ, അതിന് കണ്ണിനെ എടുത്ത് കാണിക്കാനായിട്ട് ഒരു ബ്ലാക്ക് ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈനാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര തിന്നായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം ടൈം എടുത്തിട്ട് വേണം അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല നെരിയതാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ടൈപ്പിൽ തന്നെ നമ്മൾ മിക്കിയുടെ ഫേസ് ഇങ്ങനെ ഒന്ന് ചിരിച്ചും കൊണ്ടാണല്ലോ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാനായിട്ടും ഞാൻ ഈ ഒരു ഇതേപോലെ തന്നെ എടുത്തിട്ടുള്ളത്. ഈ വായയുടെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ചിരിച്ച ഫേസാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കോണ് പോലെ വരണുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ മാർക്കർ ഉണ്ടല്ലോ, ബ്ലാക്ക് മാർക്കർ, എഡിബിൾ പെന്ന്, ആ പെന്ന് വെച്ചിട്ട് നമ്മൾ ഫോണ്ടൻറ്റിൽ പേരൊക്കെ എഴുതില്ല കേക്കിൽ, ആ പെന്ന് വെച്ചിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ മാർക്കർ വെച്ചിട്ട് ആ ചിരിച്ച ഫേസ് ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ മിക്കി മൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും ഇത് ഡ്രൈ ആക്കാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച പോലെ ബോക്സിലാക്കിയിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കാനായിട്ട് വെക്കാം കേട്ടോ. ഈ ആ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുക്കുന്നത് നമ്മൾ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ തന്നെ നമ്മൾ തൈലോസിനാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കേക്കിൻ്റെ സൈഡിലൊക്കെ വെക്കുമ്പോൾ തൈലോസ് യൂസ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ബ്ലാക്ക്, റെഡ്, വൈറ്റ് 3 കളറിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് റൗണ്ട് കിട്ടാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഫ്ലവർ നോസിലൊക്കെ ചെയ്യുന്ന നോസിലാണ്. നോസിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടാണ് ഈ ഒരു റൗണ്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബ്ലാക്കും റെഡും വൈറ്റും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഡ്രൈ ആക്കാനായിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഫോണ്ടൻറ്റ് റെഡി ആയല്ലോ. ഇനി ഞാൻ കേക്ക് പറയാം. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു, 1.5 kg ആണ്. 7 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളെ കേക്ക് ഭംഗിയായിട്ട് കിട്ടുക. അപ്പോൾ ഞാൻ മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ മീശ കേക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു, ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ 6 ലെയർ ആയിട്ടാണ് കേട്ടോ കിട്ടൽ, നല്ല ഹൈറ്റിൽക്കാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ടേബിളിൽ ആദ്യം ക്രീം ആക്കി കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ചെറി ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ 6 ലെയറും ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കേക്ക് നമ്മൾ പിറ്റത്തെ ദിവസമാണ് റെഡിയാക്കുന്നത്. ഫോണ്ടൻറ്റ് വർക്ക് തലേ ദിവസം റെഡിയാക്കി വെക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ ഹൈറ്റ് കേക്കൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ട്രോ അല്ലെങ്കിൽ സ്ക്യൂവറോ എന്തെങ്കിലും ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ചെരിഞ്ഞു പോകും, ഇങ്ങനെ ഇത്രയും ഹൈറ്റ് ഉള്ളതല്ലേ. അപ്പോൾ അത് ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ക്രീം ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു കേക്ക് മാക്സിമം ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇരുന്ന് തണുത്തതിന് ശേഷം നമുക്ക് വേണം നമ്മളെ ഫോണ്ടൻറ്റ് വർക്കുകൾ ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ തലേദിവസം രാത്രി, നിങ്ങൾക്ക് എപ്പോഴാണോ കേക്ക് കൊടുക്കേണ്ടത്, ഇപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി തന്നെ നന്നായിട്ട് തന്നെ ക്രീമെല്ലാം ചെയ്ത് കേക്ക് റെഡിയാക്കി ഫ്രിഡ്ജിൽ സെറ്റായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ എപ്പോഴാണോ, അപ്പോൾ അവർക്ക് 4 മണിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 3:30 വേണം നമ്മൾ ആ ഒരു കേക്കിലേക്ക് ഫോണ്ടൻറ്റുകളൊക്കെ എടുത്ത് വെക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്കിന് യാതൊരു ഫോൾട്ടും സംഭവിക്കില്ല. അങ്ങനെ ഞാനിത് കേക്ക് ഡെലിവറി ചെയ്യുന്ന ഒരു അരമണിക്കൂർ മുന്നേ കേട്ടോ നമ്മളെ ഫോണ്ടൻ്റൊക്കെ അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ പുതുതായിട്ടൊക്കെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.